ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആണ്. നമ്മൾ കൊല്ലത്ത് പോയി സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റന്നാളത്തേക്കുള്ള വർക്കിൻ്റെ സാധനങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ നിന്ന് എടുക്കും. പിന്നെ ഇതാണ് കിച്ചൺ. എല്ലാം തന്നെ ഇപ്പം ഓപ്പൺ ആയിട്ടില്ല, ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കും എല്ലാം. വാഴയിലൊക്കെ വന്നിരിപ്പുണ്ട്. സദ്യയാണ്. എല്ലാം വൃത്തിയിട്ടേക്കുവാണ്. നാളെ ആകുമ്പോഴത്തേക്കൂടെ എല്ലാം ഒരു പരുവാവും. സാധനം എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തൻ, ഓറഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇപ്പോൾ കണ്ടോ നിങ്ങൾ കിച്ചൻ്റെ ലുക്ക് ഉണ്ട്. എല്ലാം ഇന്നലെ പരിപാടിയെല്ലാം വൃത്തിയായി കിടക്കുവാണ്. ഇനി നാളെ ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം റെഡിയാവും. അതേം ചെയ്യുമ്പോഴത്തേക്കെല്ലാം റെഡിയാവും. ഇനി മക്കളില്ല, ഞാനും അണ്ണനും കൂടെ കൊല്ലത്ത് പോയി സാധനമെല്ലാം എടുത്തിട്ട് വന്നു. ഈ സാധനങ്ങളൊക്കെ കണ്ട് അവർ അകത്തോട്ട് കയറ്റുവാണ്. നമ്മുടെ കിച്ചൻ്റെ ഭാഗം. സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നതേ ഉള്ളൂ, പുതിയ സാധനങ്ങളാണ്. പുതിയ സാധനങ്ങളാണ്. ഇനി നാളെ എല്ലാം ഇവിടെ എല്ലാം ഒരു രരങ്ങാവും കേട്ടോ. അപ്പോൾ ഇനി നാളെ എല്ലാം പാചകം ചെയ്തിട്ട് അപ്പം നമ്മൾ ഓറഞ്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിരത്തിയിട്ടു. എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കാണ് കേട്ടോ. ഈ എൻ്റെ വർക്കിന് മുമ്പുള്ള ലുക്ക് എല്ലാം കഴുകി അടുക്കി വെച്ചേക്കുവാണ്. ഇനി മറ്റന്നാളുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ പ്ലേറ്റുകളെല്ലാം കഴുകി ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ചൂടുവെള്ളത്തിലെല്ലാം ഇട്ട് കഴുകിയിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാം ഒരു 5-6 പേരുടെ പണിയുണ്ട്. പാത്രങ്ങളെല്ലാം ട്രെയിലിങ്ങനെ കഴുകി അടുക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നാളെ ഇതെല്ലാം ഒന്നേന്ന് എടുത്ത് നമ്മൾ പരിപാടികൾ തുടങ്ങും. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. എൻ്റെ കുറേ ഉൾഭാഗം കുറച്ച് കാണിക്കാനുണ്ടായിരുന്നു, അതൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. നാളെ കാണുമ്പോഴത്തേക്ക് ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടും വരും. പിന്നെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കും. സാധനങ്ങളെല്ലാം പുതിയ ഐറ്റങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ചേക്കണം. ഇതെല്ലാം കെട്ടുപോലും പൊട്ടിച്ചിട്ടില്ല. പിന്നെ തണ്ണിമത്തനെടുത്തു. പിന്നെന്തുവാ, പൈനാപ്പിൾ എടുത്തു. പൈനാപ്പിൾ പായസമുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പായസത്തിന് വേണ്ടി പൈനാപ്പിൾ പച്ചയാണ് എടുത്തിട്ടുള്ളത്. 2 ദിവസം വർക്കും കൂടെ അടുപ്പിച്ചുണ്ടായതുകൊണ്ട് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ പായസവും കൂടെ ഉണ്ടായതുകൊണ്ട് ഇനി കുത്തിച്ചാരി വെച്ചേക്കുവാണ്. ഇതൊക്കെ ഒരു ജോലിയാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളെ വിളിക്കാറായിട്ടുണ്ട്. വിറക് വിറകെല്ലാം വാങ്ങിച്ചു. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു ഉൾക്കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ പുറം ഇതെല്ലാം ഇപ്പം തൂത്ത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇലയൊക്കെ ദാണ്ട്. ഈ ഇലയെല്ലാം തുടയ്ക്കണം. വൈകുന്നേരം പിന്നെ ഇതിൻ്റെ തുടയ്ക്കുന്ന പരിപാടികളാണ്. ഇത് വീണ്ടും തുടച്ച് ഒന്നുകൂടെ കെട്ടി വെക്കണം. ഇത് വാങ്ങിച്ച് പടുതിയും കൊണ്ടുവന്നതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എൻ്റെ ഒരു ലുക്കാണിത്. മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. നാളെ അപ്പോൾ ഇനി വേറെ വീഡിയോ, പാചകം തുടങ്ങിയിട്ടുള്ള വീഡിയോ കാണിക്കാം.